ഏറെ വേദനിപ്പിക്കുന്ന വിവരത്തെക്കുറിച്ച് തന്നെ പോവുകയാണ്. കാരണം കളർകോട് അപകടത്തിൽ മരിച്ച 2 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കുന്നതായിരിക്കും. ആലപ്പുഴ കാവാലം സ്വദേശിയായ ആയുഷ് ഷാജിയുടെ മൃതദേഹം രാവിലെ 10 മണിക്കാണ് സംസ്കരിക്കുക. കോട്ടയം പാലാ മറ്റക്കര സ്വദേശിയായ ദേവനന്ദന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ്. മരിച്ച 3 പേരുടെ മൃതദേഹം ഇന്നലെ തന്നെ സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് രഘുനാഥ് നാരായണിലേക്ക് പോകാം. രഘു, കഴിഞ്ഞ ദിവസം തന്നെ ഓരോ വിദ്യാർത്ഥികളുടെയും വീട്ടിലെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടു നിൽക്കാനാകാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു എല്ലായിടങ്ങളിൽ നിന്നും വന്നത്. 2 പേരെ കൂടി യാത്രയാവുകയാണ്. അങ്ങനെ അവർ 5 പേരും യാത്രയാകുന്നു. ആയുഷ് ഷാജിയുടെ വീട്ടിലെ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും നടക്കുക? പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. പൂജ, രാവിലെ 10 മണിക്കാണ് ആയുഷ് ഷാജിയുടെ സംസ്കാരം നടക്കുക. മൃതദേഹമുള്ളത് ആയുഷ് ഷാജിയുടെ അച്ഛൻ്റെ കുടുംബ വീടായ കാവാലം വടക്കുള്ള വീട്ടിലാണ്. ധാരാളം ആളുകൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും ആളുകൾ എത്തുന്നു. ആയുഷ് പഠിച്ചതും വളർന്നതുമൊക്കെ ഇൻഡോറിലാണ്. സ്ഥിരമായി താമസിക്കുന്നത് കോട്ടയത്താണെങ്കിലും ഇവിടെ കുടുംബ വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതിന് ശേഷം ആയുഷിന് ബോംബെയിലൊരു കോളേജിലും പ്രവേശനം ലഭിച്ചിരുന്നു. പക്ഷേ ആയുഷ് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കാരണം വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാം, കോട്ടയത്തേക്കാണെങ്കിലും കാവാലത്തെ കുടുംബ വീട്ടിലേക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാം എന്നുള്ളത് കൊണ്ടാണ് ആയുഷ് വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഒരു കുട്ടനാടിൻ്റെ ഭൂപ്രകൃതി പൂർണ്ണാർത്ഥത്തിലുള്ളൊരു സ്ഥലമാണ്. ഒരു ചെറിയ കൈത്തോട് കടന്നു വേണം ആയുഷിൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകാൻ. അതിൻ്റെ ഒരു സ്ഥലപരിമിതികളൊക്കെ ഈ വീട്ടിലുണ്ട്. ആയുഷിൻ്റെ അച്ഛൻ്റെ അമ്മയെയും അപ്പൂപ്പനെയും ഒക്കെ സംസ്കരിച്ചത് ഈ തറവാട്ട് വീട്ടിലാണ്. അതുകൊണ്ടാണ് ആയുഷിൻ്റെ സംസ്കാരവും ഇവിടെ തന്നെ നടത്താൻ വേണ്ടി ബന്ധുക്കൾ തീരുമാനിച്ചത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ആയുഷിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ഇൻഡോറിൽ നിന്ന് ഇവിടെ കാവാലത്തെ വീട്ടിലെത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാതെ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഏതവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ മൃതദേഹത്തിനരികിൽ അച്ഛനും അമ്മയും സഹോദരിയും ഇരിക്കുകയാണ്. അവർ ആ ഇരിപ്പ് തന്നെ തുടരുകയാണ്. ആയുഷിൻ്റെ അച്ഛൻ മാത്രം ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇതുവരെ അവരുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. ഒരിക്കലും അവർക്ക് ആ ഒരു ദുഃഖം താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്തായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. ആളുകൾ മാത്രമേ ഈ ആയുഷിനെ കണ്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും ഈ വാർത്ത അറിഞ്ഞിവിടെ വരുന്നുണ്ട്. അവർക്ക് പോലും ഇവരുടെ ഈ ദുഃഖം കണ്ട് അതിനകത്തൊരു വിഷമത്തോടു കൂടിയല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ശരിയാണ് രഘു, കണ്ടു നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് ഓരോ വീട്ടിലെയും കാഴ്ചകൾ.